ഹലോ, ഇന്ന് നമുക്കൊരു ഈസി എഗ് റൈസ് റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നമുക്കിതിൽ ആഡ് ചെയ്യാൻ. ഇതിൽ മെയിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ക്യാരറ്റ്, കാബേജ്, തക്കാളി ഇത്രയും സാധനങ്ങളാണ്. എഗ് റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ വെജിറ്റബിൾസ് മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിനെ പറയുന്നത്. എന്തായിരുന്നാലും മുട്ട നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ മുട്ട റെഡിയായത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അടുത്ത് നമുക്ക് എഗ് റൈസിൻ്റെ മെയിൻ പാർട്ടിലോട്ട് കിടക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് കാഷ്യൂ ഇടുന്നുണ്ട്. കാഷ്യൂ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇടാം. നേരത്തെ ഞാൻ സവാള അരിഞ്ഞത് കാണിച്ചില്ലല്ലോ, നമുക്ക് സവാള ഇതിലോട്ട് ഇടാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് അതും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ, എല്ലാ വെജിറ്റബിൾസും കൂടി ഒരുമിച്ച് ഇടാതിരിക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ക്യാബേജ് ഇട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് കളർ മാറി വന്നതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഇത് കൂടുതലും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതിൽ ചേർത്തത് മഞ്ഞപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികൾ മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടതാണ് ടൊമാറ്റോ സോസ്. അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ടയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ മുട്ട തോരനാന്ന്, പക്ഷെ അതല്ല, ഇനിയാണ് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ആയിരിക്കും കൂടുതലും. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കാം. ഈ ഒരു റൈസിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, അത് കൂടുതലും കുട്ടികൾക്കായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇത് നമുക്ക് രാവിലെ ഈസി ആയിട്ട് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തുവിടാം. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഇതിൽ നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ടൊമാറ്റോ സോസിൻ്റെ ഒരു മധുരം കൂടെ ഉള്ളതുകൊണ്ടിട്ട് പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം നൈസിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.